പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം നവമസ്കന്ധം സപ്തദശോധ്യായ. ശ്രീശുക ഉവാച യ പുരൂരവസപുത്ര ആയു തസ്യാഭവൻ സുതാ നഹുഷ ക്ഷത്രവൃദ്ധശ്ച രചീരംഭശ്ച വീര്യവാൻ അനേന ഇതി രാജേന്ദ്ര ശൃണു ക്ഷത്രവൃതോന്വയം ക്ഷത്രവൃദ്ധസുതസ്യാസൻ സുഹോത്രസ്യാത്മജാത്രയാ കാശ്യ കുശോ ഗൃത്സമദ ഇതി ഗൃത്സമദാദഭുൽ ശുനക ശൗനകോ യസ്യ ബഹുജ പ്രവരോ മുനി കാശ്യസ്യ കാശി തൽപുത്രോ രാഷ്ട്രോ ദീർഘതമ പിതാ ധന്വന്തരൈർദൈർഘതമ ആയുർവേദ പ്രവർത്തക യജ്ഞഭുക് വാസുദേവാംശ സ്മൃതമാത്രാർത്തിനാശന തത്പുത്ര കേതുമാനസ്യ ജജ്ഞേ ഭീമരഥസ്തദാ ദിവോദാസോദ്യുമാം തസ്മാൽ പ്രദർദന ഇതി സ്മൃത സ ഏവ ശത്രുജിൽ വത്സ ഹൃതധ്വജ ഇരീരിത തഥാ കുവലയാശ്വേതി പ്രോക്തോളർക്കാദയസ്തത ഷഷ്ടിവർഷസഹസ്രാണി ഷഷ്ടിവർഷശതാനി ച നാലർക്കാൽ അവരോ രാജൻ മേദിനീം ഭൂജേയുവാ. ശ്രീ ശിവബ്രഹ്മർഷി പുരൂരവസിൻ്റെ പുത്രന്മാരുടെ വംശപരമ്പര വീണ്ടും പറയുകയാണ്. ആയുസ് എന്നു പേരായിട്ടുള്ള പുരൂരവസിൻ്റെ മൂത്ത പുത്രന് നഹുഷൻ, ക്ഷത്രവൃദ്ധൻ, രജി, രംഭൻ, അതുമാതിരി വീരനായിട്ടുള്ള അനേനസ്, ഇങ്ങനെ പുത്രന്മാർ 5 പേരാണ് ഉണ്ടായത്. അതിൽ ഈ ക്ഷത്രവൃദ്ധന് സുഹോത്രനും അദ്ദേഹത്തിന് കാശ്യൻ, കുശൻ, ഗൃത്സമദൻ ഇങ്ങനെയുള്ള 3 പുത്രന്മാരുണ്ടായി. ഈ ഗൃത്സമദൻ്റെ പുത്രനാണ് ശുനകൻ. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് നമ്മുടെ ശൗനക മഹർഷി. ദീർഘസത്രത്തിൻ്റെ നേതൃത്വം വഹിച്ചത് ഈ സൂതനിൽ നിന്ന് ചോദ്യോത്തര രൂപത്തിൽ ഇങ്ങനെ ഭാഗവതം പ്രവചിപ്പിക്കുന്ന ഋഗ്വേദ പാരംഗതനായുള്ള ശൗനക മഹർഷിയാണ് ഈ ശുനകൻ്റെ പുത്രനാണ് അദ്ദേഹം. കാശ്യൻ എന്ന സുഹോത്രപുത്രൻ്റെ മകനാണ് കാശി. അദ്ദേഹത്തിന് രാഷ്ട്രന് ദീർഘതമസ്. ആ ദീർഘതമസിൻ്റെ പുത്രനാണ് ആയുർവേദ ആചാര്യനായിട്ടുള്ള ധന്വന്തരി. യജ്ഞത്തിൽ ആവിർഭാഗം ലഭിക്കുന്ന അദ്ദേഹം സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരം തന്നെയാണ്. അമൃതമദനത്തിൽ ആവിർഭവിച്ച അതേ ധന്വന്തരിയുടെ വേറൊരു അവതാരമാണത്. അദ്ദേഹത്തിൻ്റെ ആ സ്മരണ കൊണ്ട് തന്നെ എങ്ങനെയാണ് രോഗങ്ങൾക്ക് മുഴുവൻ ശാന്തി വരുമെന്ന് പറയുകയാണ്. എന്താണ് സ്മൃതമാത്ര അർത്തിനാശന എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനെ സ്മരിച്ചാൽ തന്നെ രോഗങ്ങളെല്ലാം തീരും. ധന്വന്തരമൂർത്തി ഒന്ന് സ്മരിച്ചാൽ തന്നെ മതി. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് കേതുമാൻ. ആ കേതുമാന് ഭീമരഥൻ, അദ്ദേഹത്തിന് ദിവോദാസൻ. ആ ദിവോദാസൻ്റെ പുത്രനാണ് പ്രദർദനൻ. അദ്ദേഹത്തിൻ്റെ പുത്രനായ ദ്യുമാൻ എന്നയാള് ശത്രുജിത്ത്, വത്സൻ, ഋതധ്വജൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ആ ദ്യുമാൻ്റെ പുത്രനാണ് കുവലയാശ്വൻ. അദ്ദേഹത്തിന് അളർക്കൻ തുടങ്ങിയവരും ഉണ്ടാവും. ഈ അളർക്കൻ്റെ ഭരണം 60,000 വർഷമാണ് ഉണ്ടായി. ഇത്ര അധികം ആരും ഭരിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അളർക്കൽ സന്തതിസ്തസ്മൽ സുനീതോദ സുഖേതന ധർമ്മഹേതു സുതസ്തസ്മൽ സത്യഹേതുരജായത ദൃഷ്ടഹേതു സുതസ്തസ്മാൽ സുകുമാരക്ഷിരീശ്വര വീതിഗോത്രസ്യ ഭർഗോദോ ഭാർഗഭൂമിരപുനൃപാ ഇതി കാശയോ ഭൂവ ക്ഷത്രവൃദ്ധാന്വയായിന രംഭസ്യ രഭസപുത്രോ ഗംഭീരചക്രിയസ്തദാ തസ്യ ക്ഷേത്രേ ബ്രഹ്മജജ്ഞേ ശൃണു വംശമനേന സ ശുദ്ധസ്തദ ശുചിസ്തസ്മാൽ ത്രികകുൽ ധർമ്മസാരഥി തദ ശാന്തരയോ ജജ്ഞേ കൃതകൃത്യ സ ആത്മവാൻ രജേ പഞ്ചശതാന്യാസൻ
പുത്രാണാം അമിതൗജസം ദേവൈരഭ്യർത്ഥിതോ ദൈത്യൻ അത്വേന്ദ്രായ ദദാൽ ദിവം ഇന്ദ്രസ്തസ്മൈ പുനർദത്വാ ഗൃഹീത്വാ ചരണൗ രജേ ആത്മാനമർപ്പയാമാസ പ്രഹ്ലാദാദ്യരിശങ്കിതം പിതല്യുപരതേ പുത്ര യാജമാനായ നോദതു ത്രിവിഷ്ടവം മഹേന്ദ്രായ യജ്ഞഭാഗൻ സമാദതു ഗുരുണാഹൂയമാനെ അഗ്നൗ വലഭിത്തനയൻ രജേ അവധിയിൽ പ്രപ്സിതന്മാർഗാൽ ന കശ്ചിൽ അവശേഷിത കുശൽപ്രതി ക്ഷാത്രവൃദ്ധാൽ സഞ്ജയ തത്സുതോ ജയ തദകൃത കൃതസ്യാപി ജജ്ഞേ ഹര്യവനോ നൃപാ സഹദേവ തതോ ഹീനോ ജയസേനസ്തു തൽസുതാ സംകൃതി തസ്യ ജയ ക്ഷത്രധർമാ മഹാരഥം ക്ഷത്രവൃദ്ധാന്വയാ ഭൂവ ശൃണുവംശം ച നാഹുഷൽ. ഈ അളർക്കന്റെ പൗത്ര പരമ്പരയാണ് ഈ പിന്നീടുള്ള ശ്ലോകങ്ങളിലൊക്കെ വർണ്ണിച്ചത്. സന്തതി, സുനീതൻ, സുകേതനൻ, ധർമ്മകേതു, സത്യകേതു, ദൃഷ്ടകേതു, സുകുമാരൻ, വീതിഹോത്രൻ, ഭാർഗൻ, ഭാർഗഭൂമി, ഇങ്ങനെയാണ് അവരുടെ പരമ്പര. ഒരാളുടെ പുത്രനായിട്ട് മറ്റേയാൾ അങ്ങനെ. ഈ ക്ഷത്രവൃദ്ധൻ മുതലുള്ള ആൾക്കാരെ എല്ലാവരെയും കാശിരാജവംശക്കാരെന്നാണ് പറയാറ്. രംഭന്റെ പരമ്പരയിൽ രഭസൻ, ഗംഭീരൻ, അക്രിയൻ, ഇങ്ങനെ വന്നു ആ വംശപരമ്പര. അതിൽ ഈ അക്രിയൻ്റെ പത്നിയിൽ നിന്ന് ബ്രാഹ്മണ വംശമാണ് ഉടലെടുത്തത്. ഇനി അനേനസിൻ്റെ വംശം പറയാമെന്നാണ്. അനേനസിന് ശുദ്ധൻ, ശുചി, ധർമ്മസാരഥി, ത്രികഗുപ്ത, ശാന്തരയൻ, കൃതകൃത്യൻ, ഇങ്ങനെ പുത്രപൗത്രന്മാരുണ്ടായി. അദ്ദേഹം എങ്ങനെയാ വെച്ചാൽ ആത്മജ്ഞാന മാർഗത്തിൽ വ്യാപരിക്കുക കാരണം സന്താനമൊന്നും ഉണ്ടായില്ല ആർക്ക്, ഈ കൃതകൃത്തൻ. പിന്നെ ആയുസിൻ്റെ മൂന്നാമത്തെ പുത്രനായിട്ടുള്ള രജിക്ക് 500 മക്കളാണ്. ദേവാസുര യുദ്ധത്തിൽ പരാജിതരായിട്ടുള്ള ഇന്ദ്രാദി ദേവന്മാരുടെ ആ അഭ്യർത്ഥന മാനിച്ചിട്ട് രജി എന്ത് ചെയ്തു, അസുരന്മാരെയൊക്കെ തോൽപ്പിച്ച് സ്വർഗം വീണ്ടെടുത്ത് ഇന്ദ്രന് നൽകി. അപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്തു, പ്രഹ്ലാദൻ മുതലായുള്ള അസുരന്മാർ വീണ്ടും ആക്രമിച്ചാലോ എന്ന് ഭയം കൊണ്ട് എന്ത് ചെയ്തു, സ്വർഗം രജിക്ക് തന്നെ തിരിച്ചു നൽകി. പക്ഷെ എന്തുണ്ടായി, രജിയുടെ മരണശേഷം പുത്രന്മാർ ഈ സ്വർഗത്തെപ്പറ്റി അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങി. അതായത് ഇന്ദ്രന് തിരിച്ചു കൊടുക്കില്ല, അത് ഞങ്ങളുടെയാണ്, ഞങ്ങൾക്ക് അച്ഛൻ വഴി കിട്ടിയതാണെന്ന് പറഞ്ഞു. ഒടുവിൽ വഴി തെറ്റി തന്നാൽ അവരെല്ലാം ബൃഹസ്പതി എന്ത് ചെയ്തു, ദേവന്മാരെ ഗുരുവിടെ ബൃഹസ്പതി ഒരു ആഭിചാര ഹോമം ചെയ്തിട്ട് ഈ രജിയുടെ പുത്രന്മാരെല്ലാവരെയും നിഗ്രഹിച്ചു. അങ്ങനെ 500 പേരും ഒടുങ്ങിയെന്ന് പറയുകയാണ്. ക്ഷത്രവൃത്രൻ്റെ പുത്രനായിട്ടുള്ള കുശനിൽ നിന്ന് പ്രതി അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ സഞ്ജയൻ, ജയൻ, കൃതൻ, ഹര്യവനൻ, സഹദേവൻ, ഹീനൻ, ജയസേനൻ, സംകൃതി, ജയൻ, ഇങ്ങനെ ഇതിൽ പിന്നെ മഹാരഥനായിട്ടുള്ള ക്ഷത്രധർമ്മ. ഇപ്രകാരമാണ് ഈ ക്ഷത്രവൃദ്ധൻ്റെ വംശം. ഇനി നഹുഷന്റെ വംശമാണ് പറയാൻ പോണത്. അത് അടുത്ത അധ്യായത്തിൽ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം നവമസ്കന്ധേ ചന്ദ്രവംശാനുവർണ്ണനേ സപ്തദശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.